ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ആദ്യം തന്നെ നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള സവാള എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കുനുകുന കട്ട് ചെയ്തിട്ടൊന്നല്ല എടുത്തിട്ടുള്ളത്, ഒരു ഇത്തിരി വലുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴന്ന കളറും അല്ലാതെ ചേഞ്ചായി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. പൊടികളായിട്ട് മുളക് പൊടി ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അതിനാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ വാടി വന്ന ശേഷം ഞാനൊരു തക്കാളി അതിൻ്റെ കുരുവും വെള്ളമൊക്കെ മാറ്റിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. കൂടെ തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് വഴറ്റിയെടുക്കുക. തക്കാളി വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. ഒരുപാട് മസാലപ്പൊടികളൊന്നുമില്ല. ലാസ്റ്റ് ഇതിലേക്ക് വളരെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇനി ഞാനിതാ ഇതുപോലെ കുറച്ച് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എഗ്ഗ്ലെസ് മയോണൈസാണ് കേട്ടോ. അതുപോലെ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മുട്ട പുഴുങ്ങി ഇതുപോലെ ഓരോന്നും 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് അരികുവശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ മൈദയുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് തൊട്ടിട്ട് ഓരോ ബ്രെഡിന് 4 വശം തേച്ച് കൊടുക്കുക. അപ്പോൾ മസാല വെക്കൽ കഴിഞ്ഞ ശേഷം നമ്മൾ തേക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് നമ്മൾ മസാല വെച്ച ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ 2 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് 2ൻ്റെയും 4 വശം ഇതുപോലെ ഒന്ന് മൈദ തേച്ച് കൊടുക്കുക. ശേഷം ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് മയോണൈസ് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കുക. അപ്പം മസാല വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. നമ്മുടെ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള മസാലയാണ് വെക്കേണ്ടത്. അപ്പം മറ്റേ സ്ലൈസ് ബ്രെഡും കൂടി വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ മസാല വെച്ചതിന് ശേഷം ഒരു മുട്ടയുടെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് അരികുവശം മൈദ തേച്ച് വെച്ചിട്ടുള്ള മറ്റേ ബ്രെഡിലും ഇതുപോലെ തന്നെ കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡായിരിക്കണം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉള്ളതായിരിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിതപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയും കുറച്ച് പാലും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യോ ബട്ടറോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ഓരോന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്കില്ലേ, ബ്രെഡിൻ്റെ സ്നാക്ക് ഓരോന്നും ഈ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതുപോലെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ആണെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ ചെയ്തെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചിടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യണത്. അപ്പോൾ ബ്രെഡ് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിടുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക.
അതിൻ്റെ അരികു വശങ്ങളൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് അങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ട് സൈഡ് വശമൊക്കെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു നല്ല കളറ് കയറുന്നത് വരെ ഇതുപോലെ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇതുപോലെ ചൂടാക്കി എടുക്കാനുണ്ട്. ഈ കളറാവുന്നത് വരെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാകും. അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരും ചെയ്യുക. ഞാനിപ്പോൾ രണ്ടാമതും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുന്നതിനേക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കാതെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കാണ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്രെഡും നമ്മുടെ മസാലയും ചേർത്ത് കൊടുത്തിട്ടുള്ള മയോണൈസും മുട്ടയൊക്കെ കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി തന്നെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് കുറേ ഡ്രിങ്ക്സിൻ്റെയും സ്നാക്സിൻ്റെ ഒക്കെ റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.